സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മിന്നൽ പ്രളയ സാധ്യത പ്രഖ്യാപിച്ചു. അടുത്ത 24 മണിക്കൂറിൽ ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലും, അതായത് കോട്ടയം, എറണാകുളം അതിർത്തി പ്രദേശങ്ങൾ, കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ മേഖലയിലുമാണ് മിന്നൽ പ്രളയ മുന്നറിയിപ്പുള്ളത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിക്കുകയും 4 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. പ്രകൃതി ദുരന്തത്തിൽ 52 വീടുകൾ പൂർണ്ണമായും 565 വീടുകൾ ഭാഗികമായും തകർന്നു. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5 പേരാണ്. നിലവിൽ പ്രവർത്തിക്കുന്ന 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,434 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഓറഞ്ച് അലർട്ട് ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം. യെല്ലോ അലർട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും. നാളെ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 6-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമായിരിക്കും. ഓഗസ്റ്റ് 7-ന് സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഓഗസ്റ്റ് 8-ന് 8 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. അതേസമയം അതിശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ, വയനാട് എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതത് ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന തിയറി, പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. എന്നാൽ പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. MGS സർവകലാശാല ഓഗസ്റ്റ് 7 വരെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ഇന്നും നാളെയും മറ്റന്നാളും ഓഗസ്റ്റ് 10-നും നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും കായികക്ഷമതാ പരീക്ഷകളും PSC മാറ്റിവെച്ചിട്ടുണ്ട്. മാറ്റിവെച്ച ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ 4:15 വരെ നടക്കും. അതേസമയം മഴക്കെടുതി അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ അടിയന്തരാശ്വാസ സഹായങ്ങൾ നൽകുന്ന കാര്യത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പത്തനംതിട്ടയിലെ ആറന്മുള, റാന്നി ഉൾപ്പെടെയുള്ള ദുരന്ത മേഖലകൾ നേരിട്ട് സന്ദർശിച്ചു. മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണം. രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലൂടെയുള്ള യാത്രകളും നദികളിൽ ഇറങ്ങുന്നതും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്.